അപ്പോൾ നമ്മുടെ വ്ളോഗിങ് അഫിൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരുപോലെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു WCCയുടെ ഒരു ഇഫ്താർ മീറ്റുമായി സംബന്ധിച്ചാണ്. ഇത് നടത്തുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ധനാലൂർ ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്ന ഡയാലിസിസ് സെന്ററാണ്. വളരെയധികം പേർക്ക്, ഒട്ടനവധി പേർക്ക് ആശ്രയമായിട്ടുള്ള സൗജന്യമായി നടത്തുന്ന ഒരു ഡയാലിസിസ് സെന്ററാണിത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇവർക്ക് ഉണ്ടാവുക. നമുക്ക് ഇഫ്താർ മീറ്റിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. മറിച്ച് ഒരു നേരത്തെ ഡയാലിസിസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ജീവൻ തന്നെ വളരെ പരിമിതമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ ഒരു 11:30 മണിക്ക് ഇവിടുന്ന് ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് രോഗികൾ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന എത്രയോ ബീഭത്സമാണ്. ഞങ്ങൾ വെറും പേഷ്യൻസിനെ ചികിത്സിക്കൽ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ റിസർച്ച് ചെയ്യുന്നുണ്ട്, ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. റംസാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു മെഡിക്കൽ ക്യാമ്പ്, നെഫ്രോളജി മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു ബോധവൽക്കരണമാണ് ഇനി ഞങ്ങൾ നടത്താൻ പോകുന്നത്. നമ്മുടെ ഈ സ്റ്റേജിൽ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സഹകരണ സംഘടന ഉണ്ടെങ്കിൽ നമുക്ക് 2 മെഷീൻ വാങ്ങിക്കുകയോ 4ാമതൊരു ഷിഫ്റ്റ് തുടങ്ങുകയോ ആവാം. കാരണം ഒരു നേരത്തെ കഴിയും. കൂടുതൽ ആളുകളായിട്ട് ഈ ഡയാലിസിസ് രോഗികളായിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് നമ്മളുടെ ഇടയിൽ പുതിയതായിട്ട് ഓരോ രോഗികളും ഇവിടെ വരുമ്പോൾ ഒരുപാട് പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ടാണ് അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് ഇവർക്കുണ്ട്. ഇവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. നമ്മളും നമ്മുടെ കുടുംബം മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് വേണം. അതിന്റെ ഭാഗമായിട്ടാണ് WCC എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ കൂട്ടായ്മയായ അതിൽ നിന്നുള്ള അംഗങ്ങളാണ് ഇവിടെ പങ്കെടുത്തുള്ളത്. പ്രിയപ്പെട്ട ബാസി ഉണ്ട്, അതുപോലെ വിദേശത്തുള്ള ഒരുപാട് അഡ്മിൻസ് ഉണ്ട്. എല്ലാവരും പേര് പറയുന്നില്ല, ആരെങ്കിലും പേര് വിട്ടുപോയാൽ സങ്കടാവും. അപ്പം വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ ഇഫ്താർ മീറ്റ് നമ്മുടെ താനാളൂർ ഡയാലിസിസ് സെന്റർ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം താനാളൂർ ഡയാലിസിസ് സെന്ററിനോട് അകമഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മളൊപ്പം ഉള്ളത് നമ്മുടെ അജൂസാർട്ടായിട്ടുള്ള നമ്മുടെ വ്ളോഗറാണ്. അപ്പോൾ നമുക്ക് എന്താണ് അജുവിന് പറയാനുള്ളതെന്ന് നോക്കാം. നല്ലൊരു പരിപാടിയായിരുന്നു, മാഷാല്ലാ. ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ എന്തായാലും പങ്കെടുക്കാനൊരു പ്ലാനും മുൻപേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിലും അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ തുടർന്നും ഈ ഒരു സെന്ററിന് നമ്മുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുന്ന ഇവിടെ നമ്മളെ അറിയിക്കുകയാണ്. അപ്പൊ ഈ സെന്ററിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മാഷാല്ലാ, ഫ്രീ ആയിട്ട് ഇപ്പോ ഡയാലിസിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകള് അതുപോലെ തന്നെ ഒരുപാട് എമൗണ്ട് കൊടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടി നടത്തുന്ന ഒരു സംഭവമാണ്. ഡയാലിസിസ് ഒക്കെ ചെയ്യാൻ കഴിയാതെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനിടയിൽ ഫ്രീ ആയിട്ട് ഇങ്ങനൊരു സെറ്റപ്പ് അതുപോലെ തന്നെ എല്ലാ അറേഞ്ച്മെന്റ്സും ഇവര് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു കാര്യമാണ്. ഒരുപാട് സ്ട്രഗ്ലിംഗ് കാര്യങ്ങളൊക്കെ. അതെ, ഒരു സ്ഥാപനം ഇങ്ങനെ നടത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്തായാലും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ എല്ലാ ആളുകളോടും ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട്. തുടർന്നും ഈ ഒരു സഹകരണം അതുപോലെ തന്നെ ഈ ഒരു പ്രവർത്തനം ഇനിയും മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെന്നും കൂടെ ഉണ്ടാവും എന്നുള്ളത് അറിയിക്കുകയാണ്. നിങ്ങളും കൂടെ ഉണ്ടാവണം. അപ്പൊ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ താനാളൂർ ഡയാലിസിസ് സെന്ററിനെ അറിയിക്കുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ പറ്റുന്ന ഒരു ചെറിയ തുക നിങ്ങൾ താനാളൂർ ഡയാലിസിസ് സെന്ററിന് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യുക. ഇതിന് പുണ്യ റമദാൻ മാസമാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാ ഇതും ഒരു രൂപയായാൽ പോലും നിങ്ങൾക്ക് അതിന് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു മാസമാണ്. അപ്പോൾ നിങ്ങൾ താനാളൂർ ഡയാലിസിസ് താഴെ കാണുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. ഓക്കെ, ഇവിടെ നമ്മള് 36 പേഷ്യൻസ് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്.
3 ഷിഫ്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ഡയാലിസിസ് ചെയ്തു കൊടുക്കും. ഫ്രീ ആയിട്ട്. അപ്പൊ ഇതിന്റെ പേയ്മെന്റ് കാര്യം ചെയ്യാവോ? പേയ്മെന്റ് കമ്മിറ്റിയും പിന്നെ നമ്മുടെ താന്നാളൂർ പഞ്ചായത്തിലെ നാട്ടുകാരും ഒക്കെ കൂടി സഹകരിച്ച് പോണ ഡയാലിസിസ് സെന്റർ ആണ്. അങ്ങനെയാണല്ലേ? അതെ അതെ. പിന്നെ ഇവിടെ 87 പേര് ഇതുവരെ നിലവിൽ 35,000 ഡയാലിസിസ് ഇവിടെ കഴിഞ്ഞു. ടോട്ടൽ ഇവിടെ 35,000 ഡയാലിസിസ് കഴിഞ്ഞു. എല്ലാവർക്കും നല്ല രീതിയിൽ ഡയാലിസിസ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. ഇപ്പൊ എത്ര വർഷമായി ഇവിടെ? ഇപ്പൊ ഇവിടെ ഇത് 2019 സ്റ്റാർട്ട് ചെയ്തത്. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങൾ എന്നാണ് ഈ സ്ഥാപനത്തിന്റെ ഭാഗമാകുന്നത്? ഞാനിവിടെ ഈ സ്ഥാപനത്തിന്റെ ഭാഗമാവുന്നത് 2019 2019 തന്നെ ഞാനിവിടെ ഈ ഡയാലിസിസ് സെന്ററിന് കൂടെ ഉണ്ട്. അപ്പൊ തുടക്കത്തിൽ തന്നെ ഈ സ്ഥാപനത്തോടൊപ്പം നിന്നിട്ട് മുന്നോട്ട് വന്നിട്ടൊരു വ്യക്തിയാണ്. അതെ അതെ അതെ. ഒരു സ്ഥാപനത്തിന്റെ ഏതൊരു പ്രതിസന്ധിയിലും ഒപ്പം കൂടെ നിന്നിട്ടൊരു വ്യക്തി കൂടിയാണ്. നമ്മൾ ഇവരെ കൂടെ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരും കൂടെ നിന്നിട്ട് കാര്യമില്ല. കാരണം ഡയാലിസിസ് പേഷ്യൻസ് എന്ന് പറഞ്ഞാല് അങ്ങനെയാണ്, അങ്ങനത്തെ വ്യക്തികളാണ്. നമുക്ക് ഉറപ്പൊന്നുമില്ല നാളെ നമ്മളും അങ്ങനത്തെ ഒരു പേഷ്യൻസ് ആവോ അല്ലെങ്കിൽ എന്താണ്. കാരണം ഡയാലിസിസ് എന്ന് പറഞ്ഞാല് ഒരു ദിവസം ഒരു 2,500 രൂപ ചെലവാക്കിയിട്ടാണ് ഇവർ ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മളെ കൊണ്ട് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുക പറഞ്ഞാല് അതൊരു നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു 4-5 വർഷമായിട്ട് ഞാൻ ഇവരുടെ കൂടെ തന്നെ. ഒരുപാട് പേർക്ക് ആശ്രയമേകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതെ, ഒരുപാട് പേർക്ക്. ഇപ്പൊ 36 പേര് ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. 87 ആൾക്കാർ ഇതിനു മുന്നേ ചെയ്തിരുന്നു. കുറെ പേരും കൊറോണ ഒക്കെ വന്ന് മരിച്ചുപോയി. പിന്നെ കുറെ പേര് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അതന്നെ നമുക്കൊരു ഗുഡ് വില്ലാണ് നമ്മുടെ സ്ഥാപനത്തിന്. ഒരുപാട് പേര് ഡയാലിസിസ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് പ്രായത്തായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഈ സ്ഥാപനം നേരിടുന്ന പ്രയാസം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ പേഷ്യൻസിന് 4 ഡയാലിസിസ് 3 ഡയാലിസിസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ചെലവുകളുണ്ട്. പിന്നെ കറണ്ട് ആയാലും മെഷീൻ ചാർജ് ആയാലും മെഡിസിൻസ് ആയാലും അങ്ങനെ ഒരുപാട് ചെലവുകളുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മുടെ ഇത് കാണുന്ന വ്യക്തികളെ പറ്റുന്ന സഹായം ചെയ്യുക. അതെ, കാണുന്ന ആരായാലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പേഷ്യൻസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം ഇവർക്ക് ചെയ്തു കൊടുക്കുക. കാരണം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പേഷ്യൻസ് ആണ്. തകരാതെ തളരാതെ ദുനിയാവിൽ തടലായി ഈ ഉമ്മാന്റെ നിഴലായി എന്നും ഞാനില്ലേ. ഒരു കുടയായി ഞാനില്ലേ. ഒരു കരുതൽ കടലാകാൻ എന്നുപ്പാ കൂട്ടുണ്ട്. എന്താ പരിപാടി? വ്ളോഗറാണ്. ഓക്കെ. അപ്പോ ആ കാറിന്റെ ഉള്ളില് ഒരാൾ ഇരിക്കേണ്ടി വിചാരിക്കും. ജസ്റ്റ് ഒരു ഹായ് ചെയ്യുക. ഓക്കെ. ആള് ഫസ്റ്റ് ലെറ്റർ എസ് വെച്ചിട്ടാണോ? ഓക്കെ. ജസ്റ്റ് ആ കാർ നോക്കിയിട്ട് ഒരു ഹായ് ചെയ്യുക. ഹായ് ഷെയർ. ആണോ? ഇങ്ങനെ ആശ്രയമായിട്ടൊക്കെ നിൽക്കുന്ന ഈ ഒരു ഡയാലിസിസ് സെന്റർ ഇന്ന് നമുക്ക് നമ്മുടെ WCCയിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. വളരെയധികം പേർക്ക് ആശ്രയമായിട്ട് സൗജന്യമായിട്ട് ചെയ്യുന്ന ഈ ഒരു ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനത്തിലേക്ക് നിങ്ങൾക്കും പങ്കാളികളാകാം. ഇവർ ചെയ്യുന്ന സാമൂഹിക സേവനത്തിൽ മറ്റുള്ളവരുടെ കുടുംബത്തിൽ ഒരു സഹായം എത്തിക്കുക, അല്ലെങ്കിൽ നന്മ ചെയ്യുക. ഈ റമദാൻ മാസത്തിൽ പറയുകയാണെങ്കിൽ നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇരട്ടി കൂലിയുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാവരും എന്താക്കുക, ഈ ഡയാലിസിസ് സെന്ററിനെ മനസ്സറിഞ്ഞ് തന്നെ കൈകൊണ്ട് സ്വീകരിക്കുക, ഹൃദയത്തിലേക്ക് അടുപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഡയാലിസിസ് ചെയ്യുന്നവര് നമുക്ക് അറിയാം, ഒരുപാട് പ്രയാസങ്ങളാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ഒരുപാട് പൈസ ചിലവുള്ള കാര്യമാണ്. അതും ഇവർ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, സീ ഓഫ്.